ഇത്രയും കണ്ണിന് കാഴ്ചയില്ലാത്ത നഗരസഭയുടെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ആൾക്കാരാണ് ബിൽഡിംഗ് പൊളിക്കാൻ വേണ്ടി സാക്ഷനായിരിക്കുകയാണ്. ബിൽഡിംഗ് പൊളിക്കും, ഉടനെ തന്നെ പൊളിക്കും. ഒരു ദുരന്തം നടന്നാലേ കണ്ണ് തുറക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. വെള്ളം അകത്തിന്റെ തലയിൽ വീഴുന്നുണ്ടായിരുന്നു, പിന്നെ അകത്തിന് കുറെ ഭാഗങ്ങളിൽ പൊടിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. ഈ മഴയത്തൊക്കെ ആരിലും കയറി ഇരുന്ന ആ സമയം ഇതൊക്കെ ഇടിഞ്ഞു വീണ് ഒരു മരണം വരെ കാത്തിരിക്കണോ? ഒരു പെട്ടതാ വീണ് ഈ താഴ്വര ഒരു കിടക്കുകയാണ്. ഈ ബിൽഡിങ്ങിന്റെ ഒരു അരക്ഷിതാവസ്ഥ മാറിക്കഴിഞ്ഞാൽ കുറെ കൂടെ ഈ സാഹചര്യങ്ങളൊക്കെ കുറച്ചും കൂടെ മാറി വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അമ്മയ്ക്കൊക്കെ കാലൊക്കെ വയ്യാത്തയാണ്, ഒന്നും ഇടിഞ്ഞാൽ എനിക്ക് ഓടാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. ഇവിടെ വ്യവസായങ്ങളൊന്നും നടത്താൻ പറ്റില്ലെന്ന് കോടതി തീരുമാനിച്ച് പൂട്ടാൻ പറഞ്ഞു, പൊളിച്ചു മാറ്റാൻ പറഞ്ഞു. നമ്മുടെ ചിറയൻകീഴിന്റെ പൗഢസങ്കരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു ഒരു കാലഘട്ടം. ഇന്ന് അതല്ല. കോട്ടക്കുളം പഞ്ചായത്ത് ഇവിടുത്തെ പഞ്ചായത്ത് നിഷേധിക്കുകയാണ് ചെയ്തത്. 100% ഞാൻ അതിന്റെ ഫിസിക്കൽ പെർസെന്റായിട്ട് നാളാണ്. ഒരു മഴയത്ത് വീണ് കഴിഞ്ഞാൽ ഒരു വലിയ കൂട്ടം മരണത്തിന് ഒരു വലിയ ദുരിതത്തിന് നമ്മൾ എന്താ പറയുക സാക്ഷിയാകേണ്ടി വരും. നമസ്കാരം, ഇത് വലിയകടയാണ്, ചിറയൻകീഴ് വലിയകടയാണ്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗിന് ശേഷം 60 വർഷത്തിലേറെ പ്രായമുണ്ട്. ഇപ്പോൾ ഇവിടെ വ്യവസായങ്ങളൊന്നും നടത്താൻ പറ്റില്ലെന്ന് കോടതി തീരുമാനിച്ച് പൂട്ടാൻ പറഞ്ഞു, പൊളിച്ചു മാറ്റാൻ പറഞ്ഞു. പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് ഏകദേശം 7-8 മാസമായി. ഇപ്പം അതിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇവിടെയൊക്കെ വേസ്റ്റ് കൊണ്ട് കത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു കാര്യം സിമ്പിളായിട്ട് ചോദിക്കട്ടെ. കാരണം ഈ ഒരു ബിൽഡിങ് വാസയോഗ്യം അല്ലെങ്കിൽ വ്യവസായത്തിന് ഉപയോഗമല്ല എന്ന് പറഞ്ഞിട്ട് പോലും കോടതി പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് പോലും ഇപ്പോഴും ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഈ മഴയത്തൊക്കെ ആരിലും കയറി നിന്ന് ആ സമയം ഇതൊക്കെ ഇടിഞ്ഞു വീണ് ഒരു മരണം വരെ കാത്തിരിക്കണോ? അതാണ് ചോദ്യം. ഒരു മരണം വരെ, എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നവരെ കാത്തിരിക്കണം. അതിന് മുന്നേ പൊളിച്ച് മാറ്റേണ്ടല്ലേ നല്ലത്. കാരണം വെച്ചാൽ ഒരുപാട് പേര് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഈ അപകടാവസ്ഥയിലൊരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു അപകടം ഉണ്ടാകുന്നവരെ നമ്മൾ കാത്തിരിക്കണം. പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോഴത്തേക്ക് അപകടം ഉണ്ടായതിനു ശേഷം മാത്രമേ നടപടി ഉണ്ടായിട്ടുള്ളൂ. എങ്കിലും മുൻകൂട്ടി നമ്മൾ പറയാണ് ഇത് അപകടമൊന്നുമല്ല, അത് കാണുമ്പോൾ അറിയാം എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതൊന്ന് പൊളിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് കുറച്ച് ജീവനങ്ങൾ രക്ഷിക്കാൻ പറ്റും. ഇതാണ് ആ കെട്ടിടത്തിൻ്റെ ഉൾവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാ ഇവിടെ എങ്ങനെ ഇത്രയും ദ്രവിച്ച് നിൽക്കുന്നു. എൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം ഇത്രയും ആൾക്കാർ കച്ചവടം നടത്തുന്നു. ഇത്രയും ആൾക്കാർ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കൂടിയാണ്. ഒരു പക്ഷേ ഈ ബിൽഡിംഗ് തകർന്ന് വീണ് കഴിഞ്ഞാൽ, ഒരു മഴയത്ത് വീണ് കഴിഞ്ഞാൽ ഒരു വലിയ കൂട്ടം മരണത്തിന് ഒരു വലിയ ദുരിതത്തിന് നമ്മൾ എന്താ പറയുക സാക്ഷിയാവേണ്ടി വരും. വീണ്ടും ഞങ്ങൾ തന്നെ വന്ന് വാർത്ത ചെയ്യേണ്ടി വരും. ഇതാണ് അവസ്ഥ. ആ ബിൽഡിംഗ് ഒരു പക്ഷേ ഇങ്ങോട്ടും പറഞ്ഞുള്ള അവസ്ഥ ഇതാണ്. 6-7 മാസമായി ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാനായിട്ട് കോടതി ഉത്തരവിട്ടിട്ട് ഇതുവരെ നടന്നിട്ടില്ല. എന്തിനാണ് അവർ വൈകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ഈ ബിൽഡിംഗ് പൊളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാർക്കിംഗ് സൗകര്യം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ചോദിക്കാം. നമുക്ക് ഈ ബിൽഡിങ്ങില്ലേട്ടാ, ഈ ബിൽഡിങ് കോടതി പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് 50 വർഷം കഴിഞ്ഞ് 60 വർഷത്തിൽ കൂടുതൽ ആയുസുണ്ട്. ഇന്ന് വരെ അത് പൊളിച്ചു മാറ്റിട്ടില്ല. ഇതാണ്ട് അവസ്ഥ കണ്ടോ ചേട്ടാ? എപ്പോൾ വേണം ഇനി താഴോട്ട് പോയി ആരെങ്കിലും ഒന്ന് നിന്ന ഈ ചന്തയിൽ തന്നെ ഈ കെട്ടിടത്തിൻ്റെ ഇത് മൊത്തം ബിസിനസ് ഇറങ്ങില്ല. ഈ സൈഡിൽ ബിസിനസ് ഇരിക്കുന്നില്ല. ഇത്രയും പൊളിഞ്ഞ് അവരെ ഇടിഞ്ഞ് വീണ്ടേ കൂടെ വീഴും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗവൺമെൻറ് എന്താണ് കാണിക്കുന്നത്? പഞ്ചായത്ത് എന്താണ് കാണിക്കുന്നത്? ജനങ്ങളെ ഉത്തരവ് വന്നിട്ടുണ്ട് 7 മാസം. ജനങ്ങളെ സേവിക്കേണ്ടവരല്ലേ ഇത്? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായത് ആരെങ്കിലും താഴെ നിൽക്കുമ്പോഴത്തേക്ക് ഇടിഞ്ഞ് വീണ ഒരു മരണം. കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയം അറിഞ്ഞൂടെ? അത് തന്നെ 76-ല് 78-ൽ ഇനാഗുറേറ്റ് ഒരു ബിൽഡിങ്ങാണ്. ഇതിനകത്ത് വേണ്ട ബാത്റൂമ് മറ്റു കാര്യങ്ങളെല്ലാം ആശുപത്രിയായിരുന്നു. പിൽക്കാലത്ത് ഇങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സായി
മേലധികം പഞ്ചായത്തിന് വരുമാന സംവിധാനമായിരുന്നു. അധികവും അവർ പിന്നെ റിഹാബിലിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ടുകൾ മാത്രമാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പക്ഷേ അതെല്ലാം പരാജയമായിരുന്നു. ഈ മാർക്കറ്റ് കോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പൈസയോടൊപ്പം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അന്ന് ഇവിടുത്തെ പഞ്ചായത്ത് ചിറയൻകീഴ് പഞ്ചായത്ത് ബോധപൂർവ്വം അതിനെ തിരസ്കരിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ബിൽഡിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ ഓട്ടോമാറ്റിക്കലി കോൺട്രാക്ട് ചെയ്യുന്ന ആളാണ്. ഇതിനുവേണ്ടിയല്ല എങ്കിലും ഇത് നിലനിൽക്കുന്നതല്ല. ഇതിൻ്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞു. ഇനി നിലനിർത്തുന്നത് പബ്ലിക് അല്ലെങ്കിൽ ജനങ്ങൾക്ക്. ചേട്ടാ, പൊളിച്ച് മാറ്റാൻ വേണ്ടി കോടതി ഉത്തരവിട്ടു. 7 മാസം കഴിഞ്ഞു. ഇപ്പോഴും ഇവിടെ അവിടെ വേസ്റ്റ് ഉണ്ടോ? കൊണ്ടല്ല വേസ്റ്റ് അതിനകത്ത് തള്ളുന്നത്. അത് മാത്രമല്ല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഇത് പൊളിച്ച് മാറ്റണ്ടേ? തീർച്ചയായിട്ടും ജനങ്ങളുടെ വലിയ ആവശ്യമാണ്. നാളെ ഒരു വലിയ ദുരന്തത്തിന്റെ ഒരു മുഖം മാത്രമുണ്ട്. ചേട്ടാ, നല്ലൊരു മഴയത്ത് രണ്ടുപേരാണ് ആ സൈഡിൽ കയറുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാണ്. ഇപ്പോഴും വണ്ടിയല്ലേ അവിടെ അല്ലേ പാർക്ക് ചെയ്തേക്കുന്നത്? അതെ, കാരണം സിസ്റ്റം അങ്ങനെയല്ല. സിസ്റ്റത്തിന് പ്ലാനിങ് അങ്ങനെയായിരുന്നു. പാർക്കിംഗ് ഏരിയയോട് സെറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലോർ മാത്രമാണ് ചാലുവായി റൺ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഗ്രൗണ്ട് ഫ്ലോർ GF എന്ന് പറയുന്നത് പാർക്കിങ്ങിനായിട്ട് മാത്രമാണ്. പിന്നെ ചീഫ് CEO ഓഫീസിൽ നിന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ഒരാൾ അണ്ണം കൂടി ഉണ്ടായിരുന്നു അവിടെ. അത് റിട്ടയറായി. അപ്പോൾ അദ്ദേഹം കൂടി വന്നാണ് ഇതിനെ സെറ്റ് ചെയ്തിട്ട് കോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടുണ്ടെന്ന് പറഞ്ഞു. ബോധപൂർവ്വം പഞ്ചായത്ത് ഇവിടുത്തെ പഞ്ചായത്ത് നിഷേധിക്കുകയാണ് ചെയ്തത്. 100%. ഞാൻ അതിൻ്റെ ഫിസിക്കൽ പെർസെൻ്റായിട്ട് ആളാണ്. എൻ്റെ ഇവിടെ അപ്പുറമാണ്. പിന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്തത്? ഇത് ഡിമോൾ ചെയ്യാനായിട്ട് പഞ്ചായത്ത് മാർക്കറ്റിൽ നടക്കുന്ന ബിൽഡിങ്ങില്ലേ അത് ചെയ്യുമ്പോൾ ഫണ്ടുണ്ടായിരുന്നു. കോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യാമെന്നവർ പറഞ്ഞു. പഞ്ചായത്ത് വിചാരിച്ചെങ്കിൽ അവർ വൈൻഡപ്പ് ചെയ്ത് കൊണ്ട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. അല്ല, പഞ്ചായത്ത് ഇതിൻ്റെ എല്ലാം അത് കൺസേൺ അതോറിറ്റി പഞ്ചായത്താണ്. പഞ്ചായത്തിന് തന്നെ പിന്നെ കോടതി ഉത്തരവിട്ടിട്ട് പോലും പഞ്ചായത്ത് വിളിക്കുന്നില്ലേ? വിളിക്കുന്നത്. അവിടെയാണ് പഞ്ചായത്തിൻ്റെ ദുരൂഹത. അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ആരാ? ചിറയൻകീഴ് എല്ലാ ഇടതുപക്ഷ മുന്നണി തന്നെ. ഇടതുപക്ഷ മുന്നണി CPM ആണ്. പാർട്ടി അല്ല പറയുന്നത്. പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് ഇപ്പോഴും ഒരാളുണ്ടായിരുന്നു. മുരളീനെ മാറി പെരുമാറുണ്ട്. 2.5 വർഷമായിരുന്നു. എന്തായാലും വാർത്തകളിൽ നിറയാണ് ഈ സ്ഥലം. നിറയ്ക്കണം. അതാണ്. കാരണം വേറൊന്നുമല്ല, 7 മാസമായി ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് ഇത് പൊളിക്കാൻ വേണ്ടി ഉത്തരവിട്ടിട്ട് ഇന്നേവരെ പൊളിച്ചിട്ടില്ല. ഇനി ഒരു അപകടം വരുന്നത് വരെ ഒരു പക്ഷേ കോട്ടയം മെഡിക്കൽ സംഭവിച്ചതുപോലെ ഒരു അപകടം വരുന്നവരെ കാത്തിരിക്കുകയാണോ ഇവർ? തീർച്ചയായിട്ടും. പിന്നെ അത്ര ആരോഗ്യക്കുറവാണ്. നിങ്ങൾ ആ വിഷയം ഒന്ന് കാണിക്കുക. അത്ര ആരോഗ്യക്കുറവുള്ള ബിൽഡിംഗ് ആണിത്. അതിന്റെ മുന്നിൽ അറിഞ്ഞൂടത്ര നിൽക്കും, അറിയുന്നവരും നിൽക്കും. അവിടെ ഒരാളെ വരച്ചുള്ളൂ. ഇവിടെ സംഭവിക്കുന്ന അങ്ങോട്ട് പോയി 60 വർഷത്തോളം പഴക്കം ചെന്ന ഒരു ബിൽഡിംഗാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇതൊരു 4 കൂടിയുള്ള റോഡാണ്. നിരവധി യാത്രക്കാരും വിദ്യാർത്ഥികളും എല്ലാം ആശ്രയിക്കുന്ന ഒരു സ്ഥലം. ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ നമുക്കറിയാം പാലം പണിയൊക്കെ നടക്കുകയാണ്. അപ്പം നിരവധി രോഗികൾ ഇവിടെ വന്ന് യാത്ര ചെയ്യാൻ പറ്റും. ആ യാത്ര ചെയ്യാൻ പറ്റുന്ന സമയത്ത് അതിൽ ഗർഭിണികളുണ്ടാവും, മധ്യവയസ്കരുണ്ടാവും, കുട്ടികളുണ്ടാവും, കൈക്കുഞ്ഞായിട്ട് വരുന്ന രക്ഷിതാക്കളുണ്ടാവും. അപ്പോൾ ഈ വന്ന് കാത്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബിൽഡിങ്ങിന് എന്തെങ്കിലും ഒരു തകർച്ച ജീർണാവസ്ഥയിലായി നിൽക്കുന്ന സമയം നമുക്ക് പറയാൻ പറ്റില്ല. രാത്രിയാണെങ്കിൽ കുഴപ്പമില്ല, തെരുവുനായ്ക്കൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പകൽ സമയത്താണ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്നെങ്കിൽ വളരെ വലിയൊരു വില തന്നെ ഈ പറയുന്ന ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് കൊടുക്കേണ്ടി വരും. ഈ ഭരണസമിതി കൺതുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സമയം കഴിഞ്ഞ് ഏതാണ്ട് 1 വർഷത്തിന് മുമ്പ് ഈ വ്യാപാരി വ്യവസായികളെല്ലാം ഇവിടെ നിന്ന് ഒഴിപ്പിച്ചു. പറഞ്ഞ കാരണം ഈ കെട്ടിടം ജീർണാവസ്ഥയിലാണ്. നമുക്ക് കണ്ടു തന്നെ അറിയാം. കാരണം ആല് വളർന്ന് പന്തലിച്ചിരിക്കുന്നു, പല സ്ഥലത്തുനിന്നും കോൺക്രീറ്റ് വേസ്റ്റ് ഇടുന്നു, കത്തിക്കുന്നു. അത് കാരണം ഒരു കടമുറി അതിനായിട്ട് മാത്രം മാറ്റി വെക്കുന്നു. അതിന് ഈ പറയുന്ന പരിസരത്തിലുള്ളവർ തന്നെയാണ് അതിന് കാരണക്കാർ. കാരണം അവരറിയാതെ ഒരു വേസ്റ്റ് മാലിന്യം അവിടെ വരില്ല. അവർ തന്നെയാണ് ആ ഒരു കടമുറി കത്തിപ്പിൻ്റെ ഒരു കേന്ദ്രം മാറ്റി മാറ്റിയിരിക്കുന്നത്. അതിലൂടെ വലിയൊരു പൊല്യൂഷൻ സംവിധാനം ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ. കോട്ടയത്ത് ഈ ഒരു സമയത്ത് നമുക്ക് കണ്ടു, ഒരു അമ്മ കൂട്ടിരിപ്പാരായിട്ടുള്ള അമ്മ മരണപ്പെട്ടു. അതേപോലെ ഒരു അമ്മ മന്ത്രി വന്ന് പറഞ്ഞൊരു കാര്യം, കെട്ടിടത്തിന്റെ അവശിഷ്ടം നമ്മൾ അടച്ച ബിൽഡിംഗ് ആണ്, അതിനകത്ത് 2 പേർ കുടുങ്ങിക്കാണാൻ വരുന്നത്. അടിയന്തരമായ ഒരു നീക്കുപോക്കുണ്ടായിരുന്ന ആ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു. അതിനും അവർ മുൻകൈ എടുത്ത് ഇറങ്ങിയില്ല. അതുപോലെ ഈ ഒരു ബിൽഡിങ്ങിന്റെ കാലപ്പഴക്കവും നമ്മുടെ ചിറയൻകീഴിന്റെ പ്രൗഢഭംഗീരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷെ ഇന്ന് അതല്ല. അത് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്വം ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്ത് അധികാരം ഭരണസമിതി തീരുമാനിക്കണം. എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങളൊക്കെ മൂട്ടിയിരിക്കുന്നത് ലക്ഷ്യം പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് 6-7 മാസമായി. നിങ്ങൾ എങ്ങനെ ധൈര്യത്തിലവിടെ ഇരിക്കുന്നത്? ജീവിക്കാൻ കൊതിയുണ്ട്. ജീവിക്കാൻ ഇതിന്റെ പുറത്തിരുന്ന കടയിലാണ് ഞാൻ ഇരുന്നത്. അപ്പൊ ഇത് ഇടിഞ്ഞ് വീണ് ജീവന് ഉത്തരവാദിത്വം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കട ഒരു പഞ്ചായത്ത് നിന്ന് ആള് വന്ന് പൂട്ടിയാണ് ഞാൻ പുറത്ത്. അങ്ങനെ നമ്മൾ പറയില്ല, പക്ഷെ ഈ പാലം അപകടാവസ്ഥയിലാണ് തന്നെ. അത് തന്നെ പേടിയുണ്ട്. കാര്യം അകത്ത് ഞാൻ ഇരുന്നപ്പോഴും മഴ പെയ്യുമ്പോൾ അകത്തുനിന്ന് തന്നെ വെള്ളം അകത്തിന്റെ തലയിൽ വീഴുന്നുണ്ടായിരുന്നു. പിന്നെ അകത്ത് തന്നെ കുറെ ഭാഗങ്ങളിൽ പൊടിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു.
നല്ല പേടിയുണ്ട്. ഇപ്പോഴും അതുകൊണ്ട് മേളിൽ പപ്പടം പോലെ അവിടെ പൊടിഞ്ഞ് ഒടിഞ്ഞ് വീണതാണ്. മൂക്ക ഒരു കട്ടതാ വീണ് ഈ താൽപ്പര ഒരു കിടക്കുകയാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് കട്ട വീണ് അതുകൊണ്ട് ആ ഭാഗത്ത് മേളിൽ കൂടെ നോക്കിയാൽ കാണാതെ. പഞ്ചായത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ബിൽഡിംഗ് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി നിങ്ങളുടെ ചത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാൻ? ശരി തന്നെ. പക്ഷെ ഞങ്ങൾ അതിനകത്തുനിന്ന് സാധനങ്ങൾ പോലും പിറക്കി ഞങ്ങളുടെ സാധനങ്ങൾ ഇപ്പോഴും കടയിലകത്ത് കിടക്കുകയാണ്. ഞങ്ങൾ ഈ സാധനങ്ങളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എടുക്കുന്നതിന് മുന്നേ ഇറങ്ങിയാണ് പൂട്ടി ഇടിഞ്ഞ് വീണ് ജീവൻ ഉത്തരവാദിത്തം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ഒരു ഉത്തരവാദിത്തം കാണിച്ച പഞ്ചായത്ത് അധികൃതർ എന്തുകൊണ്ട് പൊളിക്കുന്നില്ല? നിങ്ങളെ ഇറക്കാൻ വേണ്ടി ഉത്തരവാദിത്തം കാണിച്ചു. നിങ്ങൾ അതിന്റെ മൂടി തരാണ് ഇപ്പൊ ഇരിക്കുന്നത്. അല്ലേ? ഇപ്പൊ എന്തുമാത്രം ജീവൻ അടിയിലിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്തുമാത്രം പേര് അപ്പുറത്ത് അതാണ് നമുക്ക് സങ്കടം. അതാണ് നമ്മളൊരു ദുരന്തം ഉണ്ടാകുന്ന വാർത്ത ചെയ്യണ്ടേ? ദുരന്തം ഉണ്ടായിട്ട് വന്നിട്ട് പറക്കി എടുത്തിട്ട് പറ്റിയ കാര്യമുണ്ടോ? പക്ഷെ ഞങ്ങളതെല്ലാം അമ്മയ്ക്കൊക്കെ കാലൊക്കെ വയ്യാത്തതാണ്. ഒന്നും ഇടിഞ്ഞാൽ എണീറ്റ് ഓടാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അമ്മയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ എന്തിനാണെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥ. ചേച്ചി, നിങ്ങളെല്ലാം ഡെയിലി ഇവിടെ ഒന്ന് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ബിൽഡിങ്ങിന്റെ അവസ്ഥ ഗവൺമെന്റ് പൊളിച്ചു കളയാൻ വേണ്ടി കോടതി ഉത്തരവിട്ട ബിൽഡിംഗാണ്. അതിന്റെ മുകളിലാണ് അവർ ഇരിക്കുന്നതും. നിങ്ങളെല്ലാവരും സാധനം വാങ്ങിക്കുന്നത്. ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം വാർത്തയായിട്ട് കാര്യമില്ല. ഇവിടെ ഈ പഞ്ചായത്ത് കെട്ടിടത്തിനേക്കാളും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്ക് ശേഷം ഏകദേശം ബസ് സ്റ്റോപ്പ് ഇപ്പോൾ ഇവിടെ ആയിട്ടാണുള്ളത്. തിരക്ക്. അതിൻ്റെ ഇടയിൽ അവിടെ ആ മീന് കുട്ടയും സഞ്ചിയും എല്ലാം വെച്ചിരിക്കുന്ന കാരണം ബസ് സ്റ്റോപ്പിൽ ഒരു മനുഷ്യർക്ക് നിന്ന് സമയത്ത് അവിടെ ഉണ്ടാകുന്ന തിരക്ക് അത് നിയന്ത്രിക്കാനോ ഒന്നും ഇവിടെ ആരും മുന്നിട്ടിറങ്ങിയതായിട്ട് കണ്ടിട്ടില്ല. അത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ജനങ്ങൾക്ക്. പ്രത്യേകിച്ച് പക്ഷേ ഇവിടെ ഈ ബിൽഡിംഗ് പോയി കഴിഞ്ഞാൽ ട്രാഫിക് കുറയും. അതെ, പാർക്കിംഗ് സൗകര്യങ്ങൾ പാർക്കിംഗ് സ്ഥലം ഇട റോഡാണ്. അവിടെ അറിയാലോ, കൺജസ്റ്റഡ് ആണ് ഏരിയ. അതെ അതെ. അപ്പൊ ആ ഒരു ഈ ബിൽഡിങ്ങിന്റെ ഒരു അരക്ഷിതാവസ്ഥ മാറിക്കഴിഞ്ഞാൽ കുറെ കൂടെ ഈ സാഹചര്യങ്ങളൊക്കെ കുറച്ചും കൂടെ മാറി വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്നോടുള്ള സുല്ലേട്ടനാണ്. സുല്ലേട്ടന ഒരു പക്ഷേ പരിചയപ്പെടുന്നതിന് ആവശ്യമില്ല. നമ്മൾ മണിച്ചമ്മാമൻ്റെ അനിയനാണ്. ഞാൻ മുമ്പ് മണിച്ചമ്മാമൻ്റെ സ്റ്റോറേജ് ചെയ്യപ്പെടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ഇപ്പോൾ അവിടെ കോൺട്രാക്ട് എടുക്കുന്നത്. സുല്ലേട്ടനാണോ മണിച്ചമ്മാമനാണോ? അണ്ണൻ്റെ പേരിൽ അച്ഛൻ്റെ പോലെ അടുത്തേക്കുന്നത് അല്ലേ? ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ കേസ്, അപ്പം ഞാൻ വന്നത് ഈ ബിൽഡിങ്ങിൻ്റെ കേസ് സംസാരിക്കണമെന്നതാണ്. കാരണം നിങ്ങളാണ് കോൺട്രാക്ട് എടുത്തേക്കുന്നത്. കാരണം ഈ ബിൽഡിംഗ് ഇത്രയും ഇടിഞ്ഞ് പൊളിഞ്ഞ് 60 വർഷത്തിലേറെ പ്രായമുണ്ട്. അത് പൊളിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. 3 മാസമായിട്ട് പൊളിച്ചിട്ടില്ല. 3 ജീവനുകളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ചുമക്കേണ്ട ഒരു ദിവസമാണ്. ലേല സമയത്ത് ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഈ ബിൽഡിംഗ് പൊളിക്കാൻ വേണ്ടി സാക്ഷനായിരിക്കുകയാണ്. ബിൽഡിംഗ് പൊളിക്കും, ഉടനെ തന്നെ പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലേലത്തുകയും കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മാസം അല്ലെങ്കിൽ ഒരു 6 മാസത്തിനകത്ത് മിക്കവാറും പൊളിക്കുമെന്നാണ് അന്ന് പറഞ്ഞത്. ഇപ്പം 3 മാസം ആവുന്നു. അപ്പം മിക്കവാറും ഉടനെ പൊളിക്കുമായിരിക്കും. അതായത് കഴിഞ്ഞ മാസവും പറഞ്ഞ ഉടനെ തന്നെ പൊളിക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ കാണുന്ന കാഴ്ച ഈ കട്ടുകളൊക്കെ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അത് മാത്രമല്ല അവിടെ വേസ്റ്റ് കൊണ്ട് ആ മുറിക്കാത്തിട്ട് കത്തിക്കുന്ന ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതാ ഇതിൻ്റെ മണ്ടയിലും കട്ടുകൾ വീടുന്നതാണ് ആ ചേച്ചി എന്നെ പറഞ്ഞത്. അങ്ങനെ അത്രയും ഭീകര അവസ്ഥയിലിരിക്കുക. ഇനി വരാൻ പോണത് കൊടും മഴയാണ് വരാൻ പോണത്. എന്തെങ്കിലും സംഭവിച്ചപ്പോൾ എന്ത് ചെയ്യും ചേട്ടാ? അല്ല, ഞങ്ങൾ പറയുന്നുണ്ട് അവർ എത്രയും പെട്ടെന്ന് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒന്നുകൂടെ ഞങ്ങൾ ഇത് ഭാഗത്തുനിന്ന് ഞങ്ങളൂടെ പറയാം. ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം വന്ന് വാർത്ത ചെയ്യുന്നത് ശരിയല്ല. അതെ അതെ അതെ, മുൻകൂട്ടി നമ്മൾ പറയുന്നത്. അതെ, അത് നല്ല കാര്യമാണ്. പറയുന്ന നല്ല കാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് അത് ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പൊളിച്ച് മാറ്റുന്നതിന് നല്ല. നമ്മൾ ഈ ജലക്ഷാമം ഉണ്ടാകുന്നതിന് 3-4 മാസം മുമ്പ് നമ്മൾ വാർത്ത അടിക്കും. കാരണം സാധ്യതയുണ്ട്. എന്തായാലും നല്ല കാര്യം തന്നെ. അവർ എത്രയും പെട്ടെന്ന് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് നടപടി എടുക്കട്ടെ എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്നും ഒബ്ജക്ഷനൊന്നുമില്ല. നമ്മൾ പൊളിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കൊരു ഒബ്ജക്ഷനും ഇല്ല. അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അഥവാ അങ്ങനെ എപ്പം മാത്രമല്ല ഇവിടെ പൊളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ട്രാഫിക് പാർക്കിംഗ് കിട്ടും. അതെ അതെ, ഒരുപാട് മാറ്റം വരും. അതെ അതെ, കാമ്പൗണ്ട് ചെയ്തിട്ട് വെറും സ്റ്റാളുകൾ മാത്രം ചെയ്താലും മതി. ആൾക്കാർ അതെ അതെ, ആൾക്കാർ വരും. മാർക്കറ്റിന് വേറെ. അതെ അതെ, ഒറ്റ മാർക്കറ്റ് നല്ല സൗകര്യമുണ്ട്. മീൻ മാർക്കറ്റിന് ആവശ്യമുള്ള സൗകര്യമുണ്ട്. അത് നടന്നോളും. ഈ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ പറഞ്ഞ ബിൽഡിംഗ് ഉണ്ടെന്ന് അറിയാമോ? എന്ത് ധൈര്യത്തിലാണ് അവിടെ ഇരിക്കുന്നത്. ഇടിഞ്ഞ് ഇവിടെ എന്ത് ചെയ്യും? കാരണം ആ കട്ടകൾ പൊഴിഞ്ഞോണ്ടിരിക്കുകയാണ്. അമ്മ കച്ചവടം പിന്നെ ജീവനല്ലേ വേണ്ടത്. ഞങ്ങളെ പോലെ പറയാ നമ്മൾ ചൂണ്ടിക്കാണിക്കാനല്ലേ പറ്റുള്ളൂ. 30 വർഷമായിട്ട്
ഈ ഇടിഞ്ഞ് വീഴാതായിരിക്കുമല്ലോ. ശരിയാക്കണമെന്ന് പറഞ്ഞൊക്കെ കൊണ്ടൊക്കെ ഒരുപാട് കാലം കൊണ്ടൊക്കെ എഴുതിയെടുത്തോണ്ട് പോയി. ഇതുവരെ അതിൻ്റെ ഇതൊന്നും ആയില്ല. ഇവിടെ അളവൊക്കെ എടുത്ത് പിന്നെ കണ്ടിട്ടൊക്കെ ഇടിച്ചൊക്കെ ഇതൊക്കെ കൊണ്ട് പോയിരിക്കും. ഇതെല്ലാം കൂടെ ഇടിഞ്ഞ് വീണാൽ എന്ത് ചെയ്യും? ഇടിഞ്ഞു വീണാൽ വേറെ കെട്ടണം. ഇതാണ് ഞങ്ങൾ വാർത്ത പറയുകയല്ല, വാർത്ത കൊണ്ടുപോയി കാണിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും ആൾക്കാർ ജനങ്ങൾ നിബിഡമായിട്ട് നിൽക്കുന്ന സ്ഥലം കട്ടകൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് അയ്യ പറയുന്ന അവിടെയൊക്കെ തങ്ങി നിൽക്കുന്നുണ്ട്. അവിടെ ഒരു മുറിയൊക്കെ കുത്തി തുറന്ന് അവിടെ വേസ്റ്റിട്ട് കത്തിക്കുന്നുണ്ട്. അങ്ങനെ അത്രയും ഒരുപാട് വിഷയങ്ങളുള്ളൊരു സ്ഥലം. ഇത് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പിറകിലാണ്. ഇന്നാണ് ഒന്ന് ഷൂട്ട് ചെയ്തത്. കാരണം വെച്ചാൽ അത്രയും മോശ അവസ്ഥയിലേക്കാണെന്ന് നമുക്ക് മനസ്സിലായി. എല്ലാം പൊടിഞ്ഞു. അത് കണ്ടോ? ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ എപ്പോൾ വേണം അതെല്ലാം കൂടെ ഇടിഞ്ഞു വീഴും. ഇത് കണ്ടോ? തുണി കിടക്കുന്നുണ്ടോ? ഇത്രയും കണ്ണിൽ കാഴ്ചയില്ലാത്ത നഗരസഭയുടെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ആൾക്കാരാണ്. ഇത്രയും ജനങ്ങളുടെ ജീവൻ ആര് ഇത്രത്തോളം പറയും? എനിക്ക് വരെ നിൽക്കാൻ പേടിയാവും. ഇത് എപ്പോഴാണിത് കൂടി ഇടിഞ്ഞു വീഴുന്നത് അറിയാൻ പറ്റില്ല. ഒരു പക്ഷേ ഒരു ദുരന്തം നടന്നാലേ കണ്ണ് തുറക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ചൂണ്ടിക്കാണിക്കുകയാണ്. പരിഹരിക്കപ്പെടേണ്ടതും തിരുതേണ്ടതും നിങ്ങളാണ്. ക്യാമറമാൻ വിനമ്പം ശ്രീകുമാരാണ്. സൈനിക